സ്വാഗതം. 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായ ഭൂപടവായന എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഉപയോക്താവിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഭൂപടം തയ്യാറാക്കുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേര് എന്താണ്? ആൻസർ കൊളാബറേറ്റീവ് മാപ്പിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊളാബറേറ്റീവ് ഭൂപടങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കിമാപ്പിയ, ഗൂഗിൾ മാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമാക്കിയ മേഖല ഏതാണ്? ആൻസർ ഡിജിറ്റൽ ഭൂപടങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ആൻസർ ക്വാണ്ടം GIS, ഗ്രാസ്, ArcGIS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GIS ആദ്യമായി പുറത്തിറക്കിയ വർഷം എപ്പോൾ? ആൻസർ 2009. ഇതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം GISലെ പ്രൊജക്റ്റ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്താണ്? ആൻസർ QGS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം GISലെ പാളികളുടെ എക്സ്റ്റൻഷൻ എന്താണ്? ആൻസർ .SHP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പായി ലൈൻ തിരഞ്ഞെടുത്ത് ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണെങ്കിൽ ഈ ലെയറിൽ ഏതെല്ലാം വിവരങ്ങൾ ഉൾപ്പെടുത്താം? ഇതൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കുട്ടികളെല്ലാവരും തന്നെ നന്നായി പഠിക്കുക. റോഡ്, നദി, നീർച്ചാൽ, ഇതിൻ്റെയൊക്കെ ലെയർ ടൈപ്പ് ലൈൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പായി പോയിന്റ് തിരഞ്ഞെടുത്ത് ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണെങ്കിൽ ഈ ലെയറിൽ ഏതെല്ലാം വിവരങ്ങൾ ഉൾപ്പെടുത്താം? ആൻസർ വീട്, കിണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, QGIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പായി പോളിഗൺ തിരഞ്ഞെടുത്ത് ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണെങ്കിൽ ഈ ലെയറിൽ ഏതെല്ലാം വിവരങ്ങൾ ഉൾപ്പെടുത്താം? ആൻസർ അതിരുകൾ, കുളം, തടാകം, സർവേ പ്ലോട്ടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ജനവാസ കേന്ദ്രത്തിലൂടെ പോകുന്ന ഒരു റോഡ് 10 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുകയാണെങ്കിൽ ഏതെല്ലാം കെട്ടിടങ്ങളെ ബാധിക്കുമെന്ന് കണ്ടെത്താൻ ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിലെ ഏത് സങ്കേതമാണ് പ്രയോജനപ്പെടുത്താവുന്നത്? ആൻസർ ബഫർ എന്ന സങ്കേതം. സൺക്ലോക്ക് ജാലകത്തിൽ G ക്ലിക്ക് ചെയ്ത് ഒരു ദിവസമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇപ്പോൾ ജാലകത്തിൽ കാണുന്ന തീയതി ഫ്രൈഡേ, ജനുവരി 5, 2024 ആണ്. ടൂൾ ബാറിലെ B ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രദർശിക്കപ്പെടുന്നത് ഏത് തീയതിയായിരിക്കും? B ക്ലിക്ക് ചെയ്യുമ്പോഴേ പിറകോട്ട് പോകാനാണ് B ക്ലിക്ക് ചെയ്യുന്നത്, A മുന്നോട്ട് പോകുവാനാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ B ക്ലിക്ക് ചെയ്യുമ്പോഴേ തേഴ്സ്ഡേ ആണ് ആകുന്നത്. അവിടെ ജനുവരി 5 എന്നത് ജനുവരി 4 മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് ജാലകത്തിൽ പ്രധാന അക്ഷാംശ രേഖകളും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ്? ആൻസർ ടിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ദൃശ്യമാക്കുകയും അദൃശ്യമാക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് ജാലകത്തിൽ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ്? ആൻസർ ടോഗിൾ മെറിഡിയൻ. നെക്സ്റ്റ്, സൺക്ലോക്ക് ജാലകത്തിൽ സമയമേഖലാ ഭൂപടം ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ്? ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉപയോഗിക്കുന്ന ടൂള് ഏതാണ്? ആൻസർ ടോഗിൾ സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉപയോഗിക്കുന്ന സങ്കേതം ഏത്? ആൻസർ എൻ. ആൻസർ എൻ, ടോഗിൾ നൈറ്റ്. സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തെ സമയം പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് ഏതാണ്? ആൻസർ എസ്, സോളാർ ടൈം മോഡ്. സമയം മുന്നോട്ട് ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് ഏത്? ആൻസർ എ, ടൈം ഫോർവേഡ്. സമയം പിറകോട്ട് ക്രമീകരിക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ആൻസർ ബി, ടൈം ബാക്ക്വേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമയമോ ആനിമേഷൻ വേഗമോ വ്യത്യാസപ്പെടുത്തുന്നതിൻ്റെ നിരക്ക് സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഇതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ജി, അഡ്ജസ്റ്റ് പ്രോഗ്രസീവ് വാല്യൂ. ഒരു പ്രദേശത്തിൻ്റെ സ്റ്റാൻഡേർഡ് സമയം പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് ഏതാണ്? ആൻസർ എൽ, ലീഗൽ ടൈം മോഡ്. 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതിൽ നിന്ന് തന്നെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുവരെ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ പറഞ്ഞത് എങ്കിൽ കൂടി നോക്കാം നമുക്ക്. സൺക്ലോക്കിലെ മാപ്പ് വിൻഡോയിൽ രാത്രിയും പകലും കാണിക്കുന്നതിന്, അതായത് രാത്രി പകലെ ഒഴിവാക്കുന്നതിനും ദൃശ്യമാക്കുന്നതിനും ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? അതിൻ്റെ ആൻസർ എൻ ആണ്, ടോഗിൾ നൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ടോഗിൾ നൈറ്റ് അതായത് എൻ ടൂളിൻ്റെ ഉപയോഗം സൂചിപ്പിക്കുന്ന ശരിയായ പ്രസ്താവന ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിന് ആൻസർ രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനുമാണ് എൻ എന്ന ടൂള് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തെ സമയം പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് ഏതാണ്? ആൻസർ സോളാർ ടൈം മോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകം തുറന്ന് മെനു ബാറിലെ ടോഗിൾ മെറിഡിയൻ ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് എമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ജാലകത്തിൽ സംഭവിക്കുക? ആൻസർ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനുമാണ് എം എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നത്. സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ മെനു ബാറിലെ ടി എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനുമാണ് ടി എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ മെനു ബാറിലെ എ, ബി, ജി എന്നീ ടൂളുകളുടെ പൊതുവായ ഉപയോഗം എന്താണ്? ആൻസർ സമയ ക്രമീകരണം നടത്തുന്നതിനാണ്. അതായത് ജിയിൽ ക്ലിക്ക് ചെയ്ത് സമയം മുന്നോട്ട് പോകാൻ എയിലും സമയം പിന്നോട്ട് പോകാൻ ബിയിലും ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ടോഗിൾ നൈറ്റ് ഇവിടെ വൈ അല്ല എന്നാണ് വേണ്ടത്. ഇവിടെ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ വൈ ടൂളിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. ടോഗിൾ നൈറ്റ് അല്ല, വൈ ടൂളിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനാണ് വൈ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ വൈ ശരി തന്നെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനുമാണ് എന്ത് ഉപയോഗിക്കുന്നത്? വൈ എന്ന ടൂള് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പട്ടണത്തിലെ വിവിധ മാസങ്ങളിലെ രാത്രി പകൽ ദൈർഘ്യങ്ങൾ കണ്ടെത്തുന്നതിന് ചുവടെ നൽകിയിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയറാണ് അനുയോജ്യം? ആൻസർ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ മെനു ബാറിലെ എം, പി, ടി എന്നീ ടൂളുകളുടെ ഉപയോഗം എന്താണ്? ആൻസർ അക്ഷാംശ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ആൻസർ സൂര്യൻ. ഉത്തരാർദ്ധഗോളത്തിന് മുകളിൽ എത്തുമ്പോഴുള്ള ജാലകമാണ് ഇത്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന് മുകളിൽ എത്തുമ്പോഴുള്ള ജാലകമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഉത്തരാർദ്ധഗോളത്തിൽ രാത്രി ദൈർഘ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഉത്തരാർദ്ധഗോളത്തിലെ രാത്രി ദൈർഘ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൺ ക്ലോക്ക് മെനുവിൽ ഒരു പ്രദേശത്തിന്റെ സ്റ്റാൻഡേർഡ് സമയം പ്രദർശിപ്പിക്കുന്നതിനുള്ള ടൂൾ ഏതാണ്? ആൻസർ എൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് പകൽ ദൈർഘ്യം കൂടുതലാണ്. ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് പകൽ ദൈർഘ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിട്ടവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് രാത്രി ദൈർഘ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്ത് രാത്രി ദൈർഘ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ പുതുതായി ഒരു ലെയർ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രവർത്തനം എഴുതുക. ആൻസർ ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ്, ഫയൽ ലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനവാസ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു റോഡ് 10 മീറ്റർ വീതി കൂട്ടുകയാണെങ്കിൽ ഏതെല്ലാം കെട്ടിടങ്ങളെ ബാധിക്കുമെന്ന് കണ്ടെത്താൻ ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ വിഭവ ഭൂപടത്തിൽ ഏത് സങ്കേതമാണ് പ്രയോജനപ്പെടുത്താവുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ ബഫേഴ്സ് എന്നതാണ്. ബഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. QGIS ഭൂപടത്തിലെ ഒരു ലെയറിലെ രേഖപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ, അതായത് ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ലെയർ ബോക്സിലെ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ തുറക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്ന ഒരു വിഭവ ഭൂപടത്തിൽ കിണറുകളെ അടയാളപ്പെടുത്താനായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലെയർ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാണ്ടം GIS സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന ഒരു വിഭവ ഭൂപടത്തിൽ വീട് അടയാളപ്പെടുത്താനായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലെയർ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ പോയിന്റ്. അതുപോലെ തന്നെ ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്ന ഒരു വിഭവ ഭൂപടത്തിൽ റോഡ് അടയാളപ്പെടുത്താനായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലെയർ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ലൈൻ. ക്വാണ്ടം GIS സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന ഒരു വിഭവ ഭൂപടത്തിൽ നദി അടയാളപ്പെടുത്താനായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലെയർ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന വിഭവ ഭൂപടത്തിൽ പുതുതായി നിർമ്മിച്ച ലെയറിലേക്ക് വിവരങ്ങൾ ചേർക്കുന്നതിനുള്ള പ്രവർത്തനക്രമം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ടോഗിൾ എഡിറ്റിംഗ്, ആഡ് ഫീച്ചർ. ഇതിൽ ടോഗിൾ എഡിറ്റിങ്ങിൻ്റെയും ആഡ് ഫീച്ചറിൻ്റെയും ചിത്രം നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ തന്നെ ഉണ്ട്. ഇത് ടോഗിൾ എഡിറ്റിംഗ്
ഇത് ആഡ് ഫീച്ചർ. ക്വിജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിലെ സെലക്ട് ഫീച്ചേഴ്സ് ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഇത് സെലക്ട് ഫീച്ചേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിലെ ആഡ് ഫീച്ചേഴ്സ് ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതാണ് ആഡ് ഫീച്ചേഴ്സ്. ആൻസർ ബി, ഇതാണ് ആഡ് ഫീച്ചേഴ്സ്. ഇതിൻ്റെ ചിത്രം നന്നായി മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിലെ ടോഗിൾ എഡിറ്റിംഗ് ടൂൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ടോഗിൾ എഡിറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ ഒരു ഓൺലൈൻ ഭൂപട സംവിധാനം ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ വിക്കിമാപ്പിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GIS അടയാളപ്പെടുത്തുന്ന ഒരു വീടിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ആട്രിബ്യൂട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GISലെ പ്രൊജക്റ്റ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്താണ്? ആൻസർ .QGS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GISലെ പാളികളുടെ എക്സ്റ്റൻഷൻ എന്താണ്? ആൻസർ .SHP. ഇതൊക്കെ ആദ്യം പറഞ്ഞതാണ്, എങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു എന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു റോഡിന്റെ വീതി 5 മീറ്റർ കൂട്ടിയാൽ ഏതെല്ലാം കെട്ടിടങ്ങളെ ബാധിക്കുമെന്ന് കണ്ടെത്തണം. ഇതിന് ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിലെ ഏത് സങ്കേതമാണ് പ്രയോജനപ്പെടുത്താവുന്നത്? ആൻസർ ബഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GISന്റെ ഒരു പാളി നീക്കം ചെയ്യണമെങ്കിൽ പാളിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ റിമൂവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിജിസ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ഒരു ഭൂപടത്തെ ചിത്ര ഫയലുകളാക്കുന്നതിനുള്ള സങ്കേതം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ന്യൂ പ്രിന്റ് കമ്പോസർ. ഇനി അടുത്തത് വെരി ഷോർട്ട് ആൻസർ ആണ്. എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക. സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ അഡ്ജസ്റ്റീവ് പ്രോഗ്രസീവ് വാല്യൂ അതായത് G ഉപയോഗിക്കുമ്പോൾ സമയം മുന്നോട്ടും പിന്നോട്ടും ക്രമീകരിക്കാൻ സഹായിക്കുന്ന 2 ടൂളുകൾ ഏതെല്ലാം? ഇതൊക്കെ നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സിൽ പറഞ്ഞതാണ്, എങ്കിലും അത് പഠിക്കുമ്പോഴേ ഇത് കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അത് ബി ആണ്, പിന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ എ ആണെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഭൂമിയിലെ സമയമേഖലകളെക്കുറിച്ച് പഠിക്കുന്നതിനെ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. പിന്നെ സൂര്യൻ്റെ അയനത്തെക്കുറിച്ച് പഠിക്കുന്നതിനെ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. വെരി ഷോർട്ട് ആൻസറിനെ ഒരു ചോദ്യത്തിന് 2 ആൻസറിനാണ് ടിക്ക് ഇടേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ക്ലോക്ക് ആൻഡ് മാപ്പ് ജാലകത്തിലെ സമയം ഒരു ദിവസം പിന്നോട്ട് ക്രമീകരിക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ പ്രോഗ്രസീവ് വാല്യൂ അതായത് G 1 ഹവറായി ക്രമീകരിക്കുക. ബാക്ക്വേർഡ് ടൈം ടൂൾ B ഒരു തവണ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ടോഗിൾ മെറീഡിയൻ ടൂളിൻ്റെ 2 ഉപയോഗങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും കണ്ടെത്തുക. അതായത് M എന്ന ടൂളിൻ്റെ ഉപയോഗങ്ങളെ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാൻ പിന്നെ രേഖാംശ രേഖകൾ അദൃശ്യമാക്കാനും M എന്ന ടൂള് ഉപയോഗിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2 എണ്ണം ഓൺലൈൻ ഭൂപട സംവിധാനമാണ്. അവ ഏതെല്ലാം? ആൻസർ ഗൂഗിൾ മാപ്പ്, വിക്കിമാപ്പിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിലെ സവിശേഷതകളെയും സ്ഥാനീയ വിവരങ്ങളെയും രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് ഭൂവിവരവ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂവിവരവ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാം? ആൻസർ ക്വിജിസ് ഡെസ്ക്ടോപ്പ്, ആർക്ജിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ സമയമേഖലാ ഭൂപടം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന് മുകളിൽ വരുമ്പോഴുള്ള ജാലകമാണിത്. ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യം കൂടുതലാണ്.
ദക്ഷിണാർദ്ധഗോളത്തിലെ രാത്രിയുടെ ദൈർഘ്യം കൂടുതലാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിലെ ടോഗിൾ നൈറ്റ്, ടോഗിൾ സൺമൂൺ എന്നിവയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ, ടോഗിൾ നൈറ്റ് എൻ എന്നത് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കാൻ. ടോഗിൾ സൺമൂൺ വൈ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പായി പോയിന്റ് ആയി നിർമ്മിക്കുന്ന പാളിയിൽ, ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പ് പോയിന്റായി നിർമ്മിക്കുന്ന പാളിയിൽ അടയാളപ്പെടുത്താവുന്ന 2 വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ, വീട്, കിണർ. ഓൺലൈൻ ഭൂപട സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വഴികളും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ചുവടെ നൽകിയ പട്ടികയിൽ നിന്ന് ഭൂപട സംവിധാനങ്ങളെ തിരിച്ചറിയുക. ആൻസർ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, ഗൂഗിൾ മാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഒരു തീയതി ക്രമീകരിച്ച് ദൃശ്യമാക്കിയ സമയമേഖല ഭൂപടമാണ് ചിത്രത്തിൽ കാണുന്നത്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ, ക്രമീകരിച്ചിട്ടുള്ള തീയതി ഒരു സമരാത്ര ദിനമാണ്. ക്രമീകരിച്ചിട്ടുള്ള തീയതിയിൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് മെനു ബാറിലെ ചില ടൂളുകളും വിവരണവും നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ആൻസർ, എസ്, സോളാർ ടൈം മോഡ്, എൽ, ലീഗൽ ടൈം മോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൺക്ലോക്ക് സോഫ്റ്റ്വെയറിലെ അഡ്ജസ്റ്റീവ് പ്രോഗ്രസീവ് വാല്യൂ ടൂളിൻ്റെ അതായത് ജിയുടെ ഉപയോഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാം? ആൻസർ, സമയം, തീയതി എന്നിവ വ്യത്യാസപ്പെടുത്താനും അനിമേഷൻ വേഗത വ്യത്യാസപ്പെടുത്താനും. താഴെ തന്നിരിക്കുന്നവയിൽ ഓൺലൈൻ ഭൂപട സംവിധാനം ഏതൊക്കെയാണ്? ആൻസർ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി, മാപ്പിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിൽ ലെയർ ടൈപ്പ് പോളിഗണായി ഒരു പുതിയ പാളി നിർമ്മിച്ചു. ഈ പാളിയിൽ അടയാളപ്പെടുത്താവുന്ന 2 വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ, കായലുകൾ, വയലുകൾ. മക്കളെ, ഇത്രയാണ് ഈ ഭൂപട വായന എന്ന പാഠഭാഗത്തു നിന്നുള്ളത്. എല്ലാ കുട്ടികളും ഇത് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. ഒരു മാർക്ക് പോലും ഇതിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. എല്ലാ അധ്യായത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും നന്നായി പഠിക്കുകയാണെങ്കിൽ A+ ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.